the taste of your mind. Kiwi ice cream. Chill the fun. RSSന്റെ തനിനിറം പുറത്തു വരുന്നു. അതും ഒരു RSS BJP പ്രവർത്തകൻ തന്നെ തുറന്നു പറയുന്നു. ഇത് ഉത്തരേന്ത്യയിലല്ല, മതേതരത്വത്തിന് പേരുകേട്ട നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ BJP നേതാവ് BJPയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ആ പോസ്റ്റ് വായിച്ച ഏതൊരാൾക്കും എന്താണ് RSSന്റെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. അതായത് പറഞ്ഞു വരുന്നത്, കാലങ്ങളായി നമുക്ക് RSSനെ അറിയാം, പക്ഷേ RSSനെ അറിയാത്തവരുണ്ട്. BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാതെ, RSSന്റെ പരിപാടികളിലൊന്നും പോവാതെ, മറിച്ച് സോഷ്യൽ മീഡിയകളിൽ RSSനെയും BJPയെയും ന്യായീകരിക്കുന്ന ചില നല്ലവരായ ഹൈന്ദവരുണ്ട്. കാരണം അവർ കെണിയിൽപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റിലൂടെയെങ്കിലും നിങ്ങൾ തിരുത്തി മുന്നോട്ട് വരാൻ തയ്യാറാകണം. കാരണം ഇത് തിരുവനന്തപുരത്തെ കരവാരം പഞ്ചായത്ത് BJPയുടെ പ്രസിഡന്റായിരുന്ന ഒരാളുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഇതങ്ങനെ ചില്ലറയായി കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ആ പോസ്റ്റ് ഞാൻ വളരെ വ്യക്തമായി ഇവിടെ വായിക്കാം. അതിങ്ങനെയാണ്. ബിജു M എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമസ്കാരം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവരോടും വിമർശനങ്ങൾ ഉന്നയിച്ചവരോടുമായി, ഒപ്പം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ആത്മാർത്ഥതയുള്ള പ്രവർത്തകരോടും അറിവ് വെച്ച കാലം മുതൽ RSS ശാഖയിൽ പോയി RSSകാരനായി ജീവിച്ച് RSSനെ സ്നേഹിച്ചു സംഘടനക്കും പാർട്ടിക്കും വിധേയനായി പ്രവർത്തിച്ചു പോന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനിൽ നിന്ന് BJP കരവാരം പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, ബൂത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ തന്നെ നിർവഹിക്കുകയും, ബിജു M എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ്: നമസ്കാരം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവരോടും വിമർശനങ്ങൾ ഉന്നയിച്ചവരോടുമായി, ഒപ്പം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ആത്മാർത്ഥതയുള്ള പ്രവർത്തകരോടും അറിവ് വെച്ച കാലം മുതൽ RSS ശാഖയിൽ പോയി RSSകാരനായി ജീവിച്ച് RSSനെ സ്നേഹിച്ച് സംഘടനക്കും പാർട്ടിക്കും വിധേയനായി പ്രവർത്തിച്ചു പോന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനിൽ നിന്നും BJP കരവാരം പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, ബൂത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ തന്നെ നിർവഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ ആ പ്രസ്ഥാനം വിടുന്നതായി നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കി പ്രഖ്യാപിക്കുന്നു. കാരണം ആരാധനാലയങ്ങളിൽ കപട ഹിന്ദു സ്നേഹം നടത്തി, രാഷ്ട്രീയ നാടകം നടത്തി, നാട്ടിലൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഐഡിയോളജിയോട് ഒരു തരത്തിലും യോജിച്ച് പോകാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു കടുത്ത ഈശ്വര വിശ്വാസിയാണ്. എന്നാൽ ആ വിശ്വാസത്തെ മുതലെടുത്ത് രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കുന്നതിനോട് പുച്ഛം മാത്രമാണ്. അതിനുവേണ്ടി മുംബൈയിൽ നിന്നും വണ്ടി കയറി ഈ നാട്ടിൽ വന്ന് നെറികെട്ട രാഷ്ട്രീയം നടത്താമെന്നാണ് ആരുടെയെങ്കിലും വിചാരമെങ്കിൽ, ആ രാഷ്ട്രീയത്തിനു ഉപരി മനുഷ്യനെ സ്നേഹിക്കണമെന്ന ചിന്ത മനസ്സിലുള്ള ഒരു കൂട്ടം ജനതയുടെ കൂടെ നിങ്ങളെ എതിർക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും. നാളിതുവരെ മനുഷ്യന് ഉപകാരമുള്ള ഒരു കാര്യം പോലും ചെയ്യാത്ത നിരവധി കുടുംബങ്ങളെ പെരുവഴിയിൽ നിർത്തിയ പാരമ്പര്യമല്ലേ നിങ്ങൾക്കുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉത്സവ പറമ്പുകളിൽ കൊടികെട്ടിയല്ല രാഷ്ട്രീയം വളർത്തേണ്ടത് എന്ന സാമാന്യ ബോധ്യമുണ്ടാകണം നിങ്ങൾക്ക്. നന്ദി. ബിജു തോട്ടേക്കാട്. അതായത് BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിച്ച ഒരു വ്യക്തി, അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, RSS ശ്രമിക്കുന്നുള്ളത് കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിനാണ്. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈന്ദവരെ കയ്യിലാക്കിയിട്ട് വർഗീയ ധ്രുവീകരണം ചെയ്യാനുള്ള ഒരു നീക്കമാണ് RSSും BJPയും നടത്തുന്നുള്ളത്. എന്തിനു വേണം പറയാൻ, മുംബൈയിൽ നിന്ന് വരെ പല പ്രമുഖർ ഇവിടെ വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. ബിജു M എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ
ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മുംബൈയിൽ നിന്ന് വരെ പല ആളുകൾ ഈ കേരളത്തിലേക്ക് വരുന്നു എന്ന്. എന്തിനാണ് മുംബൈയിൽ നിന്ന് ആളുകൾ വരുന്നത്? വർഗീയ വിഷവിത്തുകളാൽ കേരളത്തിനെ മാറ്റുവാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക്, അതായത് ക്ഷേത്രങ്ങളിൽ RSS ശാഖ നടത്തുമ്പോൾ ഇത്തരം നേതാക്കൾ വർഗീയ പ്രസംഗങ്ങൾ നടത്തും. അങ്ങനെ ഇവരുടെ പാർട്ടിയെയും ഇവരുടെ സംഘടനയെയും വളർത്താനുള്ള ഒരു നീക്കമാണ് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഹൈന്ദവ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് RSSും BJPയും ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ഇത് പബ്ലിക് കേരള ചാനൽ പറയുകയല്ല, മറിച്ച് BJPയിൽ കാലങ്ങളായി പ്രവർത്തിച്ച ഒരു BJP നേതാവ് ഇങ്ങനെ പറയുമ്പോൾ ഇനിയെങ്കിലും പലരും തിരിച്ചറിയുക, ഇവർ ഈ കാവിക്കൊടിയെ, ഇവർ ചില ക്ഷേത്രങ്ങളെ, ഹൈന്ദവരെ ഉപയോഗിക്കുന്നുള്ളത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിൽ ബിജു എം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഹൈന്ദവ വിശ്വാസികളെ, അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നത് ഞങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം വളർത്താനാണ് BJP ഇവിടെ ശ്രമിക്കുന്നുള്ളത് എന്ന്. ഇവിടെയുള്ള മതേതരത്വ വിശ്വാസികൾക്കൊക്കെ RSSന്റെ ഈ മുഖം നേരത്തെ തന്നെ അറിയാം. പക്ഷേ ഇത് തിരിച്ചറിയേണ്ടത് ഇപ്പോഴെങ്കിലും കുറച്ച് കൂറു പുലർത്തുന്ന നല്ലവരായ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഹൈന്ദവർ തിരിച്ചറിയുക, നിങ്ങളെ അവർ വഞ്ചിക്കുകയാണ്. ആ വഞ്ചിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ബിജു എം എന്ന് പറയുന്ന BJPയുടെ നേതാവ് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ബിജു എമ്മിനെ കുറിച്ച് നാട്ടുകാരായ ചിലർ ഈ ഫേസ്ബുക്കിന്റെ താഴെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നല്ലവനായ ഒരു കാരുണ്യ പ്രവർത്തകനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് ഇതുപോലെയുള്ള തെറ്റുകളിൽ പങ്കുചേരാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം രാജിവെച്ചത് എന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലെ ചിലർ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, RSS കേരളത്തിൽ വർഗീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വലിയ പണിയെടുക്കുകയാണ്. അതിൽ അത്യാവശ്യം രാഷ്ട്രത്തോട്, ഭാരതത്തിനോട്, ഈ രാജ്യത്തെ മനുഷ്യരോട് സ്നേഹമുള്ളവർക്ക് ഒരു കാരണവശാലും നിൽക്കാൻ സാധിക്കില്ല. എല്ലായിടത്തേക്കും എത്തുന്നത് പോലെ ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Gonna miss it for any. Whoa, 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 yum, yum, yummy kiwi. The taste of your mind. Kiwi ice cream. Chill the fun.